കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരായി വിജിലൻസ് അന്വേഷണം നടത്താനുള്ള തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചു. ഹൈക്കോടതി ഉത്തരവിനെതിരെ കോട്ടയം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ ഭാരവാഹി ബാലാജി അയ്യങ്കാർ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. കെസിഎ സെക്രട്ടറി ടി.സി. മാത്യു ഉൾപ്പെടെ 93 പേർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് ബാലാജിയാണ് നേരത്തെ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കെസിഎ ഭാരവാഹികൾ പൊതുജനസേവകരുടെ നിർവചനത്തിൽപ്പെടുമെന്നോ എന്നും കേസ് തൃശൂർ വിജിലൻസ് കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണോ എന്നും പരിശോധിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വിജിലൻസ് കോടതി കേസിന്റെ വിശദാംശങ്ങൾ വിലയിരുത്താതെ യാന്ത്രികമായ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നുവെന്നും കെസിഎ ഭാരവാഹികളുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന പബ്ലിക് മെൻ ആണോ കെസിഎ ഭാരവാഹികൾ എന്നുള്ള കാര്യത്തിൽ സുപ്രീംകോടതിയും സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. ആ കാരണത്താൽ കൂടിയിട്ടാണ് കേസ് പുനഃപരിശോധിക്കുന്നത്. വിജിലൻസ് കോടതിയിലേക്ക് കേസ് പുനഃപരിശോധിക്കും. ഹൈക്കോടതി വിധി ഇപ്പോൾ അപ്ഹോൾഡ് ചെയ്തിരിക്കുകയാണ് സുപ്രീംകോടതി.